വിഷ്വൽ എഫക്ട്സ് ആർട്ടിസ്റ്റുകളായ ആൾക്കാർക്കാവും കൂടുതൽ AI കൂടുതൽ കൺട്രോൾ ചെയ്യാൻ പറ്റുക എനിക്ക് തോന്നാറുണ്ട്. എനിക്കറിയില്ല അതെങ്ങനെ ഉണ്ടാകാൻ പോകണമെന്ന്. കാരണം വെച്ചാൽ ഭാവിയിൽ കാരണം വെച്ചാൽ വിഷ്വൽ എഫക്ട്സ് പഠിച്ച ഒരാൾക്ക് സ്വാഭാവികമായിട്ടും AI കുറച്ചും കൂടി കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ ടർബോയിലൊക്കെ രാജ് സാർ വരുന്ന ഹെലികോപ്റ്ററൊക്കെ നമ്മൾ 3D ചെയ്തതാണ്. പക്ഷെ ഇന്ന് ഇപ്പോൾ AI വന്നപ്പോൾ ഇനി ഇപ്പോൾ മുഴുവനായിട്ടില്ല, പക്ഷെ വരും ഒരു 1 ഇയറിൻ്റെ ഉള്ളിൽ മിക്കവാറും ഈ പുലീനൊക്കെ നമുക്ക് സുഖമായിട്ട് കാണാൻ പറ്റും. കഴിഞ്ഞാൽ ഈ ഡൈനോസറിനെ നമ്മൾ CGI ഉണ്ടാക്കി എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ആനിമേഷൻ ചെയ്ത് അത് സെപ്പറേറ്റ് ഒരു ഫയലായിട്ടിരിക്കുന്നുണ്ടാവും. ഇത് കൊണ്ടേ മെർജ് ചെയ്യുന്ന പരിപാടിയാണ് വിഷ്വൽ എഫക്ട്സ്. ഇന്ന് ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്. കാരണം ഇന്ന് നമ്മുടെ കൂടെ സംസാരിക്കാൻ ചേരുന്നത് സൂ ഫ്രം സോ, മീശ, ടർബോ എന്നീ സിനിമകൾ VFX ചെയ്ത ഇന്ദ്രജിത്ത് ഉണ്ണി പാലിയത്താണ്. വെൽക്കം ഇന്ദ്രജിത്തേട്ടാ ടു റോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണലി എനിക്ക് ഒരുപാട് വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്, എൻ്റെ ഒരു ബ്രദർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കംഫർട്ടബിളായിട്ടിരുന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്. അപ്പോൾ സൂ ഫ്രം സോ എന്ന ഒരു സിനിമ ശരിക്കും നമ്മൾ തിയേറ്ററിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ചിരിച്ച് പണ്ടാറടങ്ങിയ ഒരു സിനിമയാണ്. അപ്പോൾ അതിൽ ഞാൻ നോക്കിയപ്പോൾ മലയാളി തനിമ ഉണ്ടായിരുന്നു. അതായത് VFX ചെയ്ത ഇന്ദ്രജിത്തേട്ടനാണ്. അതുപോലെ ഒരുപാട് മലയാളികൾ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഈ സൂ ഫ്രം സോയിലേക്ക് ഇന്നാവുന്നത്? സൂ ഫ്രം സോയിലേക്ക് ഇന്നതിന് മുമ്പ് നമ്മൾ ടോബി എന്നുള്ള സിനിമ രാജീവ് സാറിൻ്റെ ടോബി എന്നുള്ള മൂവി ചെയ്തിരുന്നു. അതിന് മുമ്പ് ശരിക്കും പറഞ്ഞാൽ തുറുത്ത് നിർഗമന എന്നൊരു മൂവി ചെയ്തിരുന്നു. പക്ഷേ അന്ന് രാജ് സാറിനായിട്ട് അത്ര അടുപ്പുണ്ടായിരുന്നില്ല. ഞാൻ VFX ചെയ്തു, ആ ഏരിയ മാത്രം VFX ചെയ്തു എന്നുള്ളൂ. പക്ഷേ പിന്നീട് പ്രീമിയറിലൊക്കെ വന്ന് കാണാറില്ല, അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നീടാണ് ടോബി എന്നുള്ള മൂവിയിലേക്ക് എൻട്രി ചെയ്തത്. അപ്പോൾ അതിൽ അത്യാവശ്യം VFXൻ്റെ ഏരിയ ഉണ്ടായിരുന്നു, കുറേ VFX ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ VFX അവർക്ക് ഇഷ്ടപ്പെട്ടും അങ്ങനെ ആയിട്ടാണ് അടുത്ത ഒരു പടത്തിന് നമ്മളതിനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് കിട്ടിയത്. പക്ഷേ സത്യം പറഞ്ഞാൽ സൂ ഫ്രം സോയിൽ അങ്ങനെ ഭയങ്കരമായിട്ട് കുറേ VFX ഒന്നുമില്ല. പക്ഷേ ഉള്ള ഭാഗം നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നാൽ ഒരു കഥാപരമായിട്ടുള്ള സിനിമയാണ്. ചില സമയത്ത് കഥാപരമായ സിനിമ ആണെങ്കിലും VFX ധാരാളം ഉണ്ടാവുന്ന സിനിമകൾ ഉണ്ടാവാറുണ്ട് ഇടയ്ക്ക്. പക്ഷേ ഇതിൽ സൂ ഫ്രം സോയിൽ അങ്ങനെ അല്ലെങ്കിലും അത്യാവശ്യം കുറച്ച് VFX ഉണ്ട്. അത് നല്ല രീതിയിൽ നമുക്ക് ഷൂട്ട് ചെയ്ത് അതിന് പ്ലാൻഡ് ആയിട്ടാണ് ഷൂട്ട് ചെയ്തത്. ഈവൻ പ്രീ പ്രൊഡക്ഷൻ്റെ സമയത്ത് തന്നെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടും ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടൊക്കെയാണ് പടം തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റി. അത് ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിലേക്ക് ആൾക്കാർക്ക് മലയാളി ആർട്ടിസ്റ്റുകളെ തന്നെ പുറമെയുള്ള ആൾക്കാർക്ക് കുറച്ച് താല്പര്യം കൂടുതലുണ്ട്. ഇപ്പോൾ തെലുങ്കിൽ നിന്ന് ഞങ്ങളൊരു തെലുങ്ക് മൂവി ചെയ്തിരുന്നു, കന്നഡ ഇപ്പോൾ ചെയ്തിരുന്നു. അപ്പോൾ മലയാളികളെ തന്നെ കുറച്ചും കൂടിയും സമീപിക്കുന്നുണ്ട് ഇങ്ങനത്തെ ടെക്നിക്കൽ കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ. ഇപ്പോൾ ഇതിൻ്റെ കളറിങ് ചെയ്തത് രമേഷാണ്. അപ്പോൾ കളർ പാനൽ രമേഷ് CP ആണ്. അപ്പോൾ ഒരുപാട് മലയാളികളുണ്ട് ഇതിൽ, നമ്മൾ ഇതിൽ വർക്ക് ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് നമ്മളുടെ വർക്കുകളും നമ്മളുടെ ഡെഡിക്കേഷനൊക്കെ ഭയങ്കരമായിട്ട് താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവരുടെ. അപ്പോൾ അങ്ങനെ എന്തായാലും വളരെ സന്തോഷമാണ്. കാരണം കന്നഡ അങ്ങനത്തെ മൂവിയിലേക്ക് അത് ഇത്രയും ഹിറ്റ്, സത്യം പറഞ്ഞാൽ എൻ്റെ കരിയറിൽ ഇത്രയും ഭയങ്കര ബിഗ് ഹിറ്റ് അങ്ങനെ ഭയങ്കര ഒന്നും പറയാനില്ല, എന്നാലും അത്യാവശ്യം ഹിറ്റായിട്ടുള്ള സിനിമ ഇത് തന്നെയായിരുന്നു. ഭയങ്കരമായിട്ട് എല്ലാ ആൾക്കാരും ഇപ്പോൾ കന്നഡയിലും ഭയങ്കര ഹിറ്റാണ്, സൂപ്പർ ഹിറ്റ്. അവിടുത്തെ എല്ലാ റെക്കോർഡ്സും ബ്രേക്ക് ചെയ്തിട്ടാണ് പടം പോകണമെന്ന് പറഞ്ഞത്. ഇപ്പോൾ മലയാളത്തിലേക്ക് അതെ ഇപ്പം ഞാൻ തെലുങ്കിലും അത് റിലീസ് ചെയ്യാൻ പോവാണ്. തെലുങ്കിലും റിലീസ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ മലയാളത്തിലായിരുന്നു ഞാൻ കണ്ടത്. ഡബ്ബിംഗ് ആണെങ്കിൽ പോലും ശരിക്കും നമുക്ക് അതെ നല്ല അസലായിട്ട് ഡബ് ചെയ്തിട്ടുണ്ട്. ലിപ്പ് മാറാത്ത രീതിയിൽ അതെല്ലാം ഗംഭീരമായിട്ട് ഡബ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ശരിക്കും പറഞ്ഞാൽ വിഷ്വൽ എഫക്ട്സ് ഒക്കെ പ്രാധാന്യം വരുന്നത് എല്ലാം നന്നായിട്ട് വരുമ്പോൾ വിഷ്വൽ എഫക്ട്സും ഒക്കെ ചേർന്ന് പോകും. അതെ, വിഷ്വലി ചേർന്ന് പോകും. നല്ലൊരു സിനിമയാണ്, കഥയൊക്കെ നല്ല ഇതാണെങ്കിൽ ആരും അതിനെ ഭയങ്കരമായിട്ട് എന്താ പറയുക ഇരുത്തി വായിക്കാൻ നിൽക്കില്ല, എല്ലാം കറക്റ്റായിട്ട് നോക്കി പോകും എന്നർത്ഥം. പക്ഷേ ഇത് നല്ല രീതിയിൽ വർക്ക് എല്ലാ ഭാഗവും ക്ലിയർ ആയിട്ട് നന്നായിട്ട് ചെയ്യുന്നുണ്ട് സൂ ഫ്രം സോൻ്റെ. ഈ VFX സൂപ്പർവൈസർ എന്നുള്ളൊരു ടൈം ഉണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിം മേക്കിങ്ങിൽ നമ്മൾ അധികം അങ്ങനെ ടെക്നിക്കലി അറിയാവുന്നവരാണ് കൂടുതലും അത് ടൈം മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ VFX സൂപ്പർവൈസർ അദ്ദേഹത്തിൻ്റെ ഒരു റോൾ എന്താണ് ശരിക്കും? അതായത് ഒരു സിനിമയിൽ വിഷ്വൽ എഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരും അറിയണില്ല അങ്ങനെ വിഷ്വൽ എഫക്ട്സ് എന്നുള്ളൊരു സംഭവം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഇപ്പം നമ്മളൊരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഞാൻ ചിന്തിക്കാറുണ്ട്, ഇപ്പം നമ്മളോട് ഒരു സിനിമ കഴിഞ്ഞാൽ വിഷ്വൽ എഫക്ട്സ് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം മനസ്സിലായവർക്ക് വിഷ്വൽ എഫക്ട്സ് ഉണ്ട് എന്നുള്ളത്. അപ്പം അങ്ങനെ പറയരുത്, മനസ്സിലാകാതെ ശരിക്കും നല്ല അപ്പം മനസ്സിലാകരുത് എന്നുള്ളതാണ്. ഇപ്പോൾ സൂ ഫ്രം സോയിൽ നിങ്ങൾക്ക് VFX ഉണ്ടെന്ന് തോന്നിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു, ഉണ്ടെങ്കിൽ കണ്ടിട്ടില്ല. അപ്പോൾ അതാണ് നമ്മളുടെ വിജയം. ശരിക്കും VFX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഫിലിം മേക്കിങ്ങിന് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരു മെയിൻ ബോഡി പോലെ നിൽക്കുന്ന സംഭവമാണ്. അത് ഒരാൾ ഷോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഷോട്ട് പ്രിപ്പയർ ചെയ്യുന്ന പല രീതിയിലുണ്ടാവും. അപ്പോൾ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ചിലപ്പോൾ ചെയ്യേണ്ടി വരും, അപ്പോൾ അതിന് VFX വരും. ചിലപ്പോൾ ചെയ്യാൻ പറ്റാത്ത സാധനം ചെയ്യുന്ന ചെയ്യാം. അപ്പോൾ VFX സൂപ്പർവൈസർ എന്ത് ചെയ്യുക വെച്ചാൽ
ആദ്യം പ്രീ പ്രൊഡക്ഷനിൽ തന്നെ സ്ക്രിപ്റ്റിൻ്റെ സമയത്ത് തന്നെ ഒരു ഷോട്ട് പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ആ ഷോട്ടിൽ ചെയ്യണം, എങ്ങനെ ഫിലിം മേക്ക് ചെയ്യാം എന്നുള്ളത്, ആ ഷോട്ട് എങ്ങനെ മേക്ക് ചെയ്യാം പ്രീ വിഷ്വലൈസേഷൻ അത് വേറൊരു പ്രോസസ്സാണ് തന്നെ. പക്ഷേ ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ആ ഡയറക്ടറും ക്യാമറാമാനും സൂപ്പർവൈസറും എല്ലാവരും കൂടി ചേർന്നിട്ട് ആർട്ട് ഡയറക്ടർ എല്ലാവരും ഉണ്ടാവും. ഇപ്പോൾ ഒരു ഷോട്ട് നമ്മൾ പ്ലാൻ ചെയ്യും, ആ ഷോട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മൾ നോക്കി പ്ലാൻ ചെയ്യും. ചിലപ്പോൾ ആർട്ടിലാവും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുക, ചിലപ്പോൾ അത് എന്താ പറയുക മേക്കിങ്ങിൽ തന്നെ നോർമൽ മേക്കിംഗ് ക്യാമറ ഇതിൽ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ അതൊന്നും ചെയ്യാൻ പറ്റാണ്ട് ഒരു ഓപ്ഷൻ വരുമ്പോൾ, അതായത് നോർമൽ ഇതിൽ ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഞങ്ങളൊരു കൊത്തപ്പള്ളിയിൽ വന്നൊരു മൂവി ചെയ്തിരുന്നു, അതിൽ ഏകദേശം 90s കാലഘട്ടമാണ്. അപ്പോൾ അന്ന് ടാറിട്ട റോഡുകൾ കുറവുള്ള സ്ഥലങ്ങളാണ് കാണിക്കേണ്ടതെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ടാറിട്ട റോഡ് സ്ഥലം, പക്ഷേ അതുകൂടെ ഒരാൾ വണ്ടി ഓടിച്ച് വരുന്ന സീക്വൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ സ്ഥലത്ത് നമുക്ക് ആ ഷൂട്ട് എടുക്കണമെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ കോൾ എടുക്കുകയെന്ന് വെച്ചാൽ ആ ടാറിട്ട റോഡ് നമുക്ക് മൺപാതയാക്കാം. അപ്പോൾ അവിടെ മൺപാതയാക്കിയിട്ട് ഞങ്ങൾ VFX മൺപാതയാക്കുക. പക്ഷേ ഈ മൺപാതയാക്കിയത് ഒരു പ്രേക്ഷകന് മനസ്സിലാവണമെന്നില്ല. ഞങ്ങളത് VFX ചെയ്ത് മനസ്സിലാവാൻ പാടില്ല ശരിക്കും, കാരണം അത് അങ്ങനെയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ആ സമയത്ത് നമ്മൾ സംസാരിക്കും, അപ്പം എന്നൊരു കാര്യം ചെയ്യാൻ ഞങ്ങളിത് മൺപാതയാക്കാം, അപ്പോൾ അതിനനുസരിച്ച് ഷൂട്ട് ചെയ്തോളൂ, കുഴപ്പമില്ല എന്ന് പറയും. അപ്പോൾ നമ്മളോടാണ് ചോദിക്കുക VFX സൂപ്പർവൈസറോട് അതിങ്ങനെ ചെയ്യാൻ പോസിബിൾ ആണോ. ഇല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആർട്ടിൽ ആ റോഡ് മൊത്തം മണ്ണിട്ടിട്ട് മൺപാതയാക്കണം. അപ്പോൾ അത്രയും ഏരിയ ഉണ്ടാക്കൽ എളുപ്പമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 70 കാലഘട്ടങ്ങളിലാണ് ഈ വിഷ്വൽ എഫക്ട്സ് ഇത്രയ്ക്കും ഹിറ്റായിട്ട് വന്നത്. കാരണം ആ ടെക്നോളജി അപ്ലിക്കബിൾ ആയത്. കാരണം അതുവരെ ഇപ്പോൾ ഒരു കഥാകാരന് ഒരു കഥ എഴുതുമ്പോൾ ഒരു ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. പല സാധനങ്ങളും ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്, കാരണം അത് അന്നത്തെ ഫിലിം മേക്കിങ്ങിന് ബുദ്ധിമുട്ടാണ്, ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് ബുദ്ധിമുട്ടുള്ള സമയത്ത് ഒരു എപ്പോഴും ഒന്നുമില്ല, മനുഷ്യന് ആഗ്രഹം വരുമ്പോൾ അടുത്തൊരു ടെക്നോളജി കണ്ടുപിടിക്കും. അങ്ങനെ ഓരോന്നും അവര് വിഷ്വലൈസ് ചെയ്ത സാധനം കിട്ടിയില്ലെങ്കിൽ പിന്നെ അതെ. അപ്പോൾ എന്ന് വെച്ചാൽ അപ്പോൾ അങ്ങനത്തെ ഒരു ഘട്ടമെത്തിയപ്പോൾ പണ്ടൊക്കെ ചാർലി ചാപ്ലിനൊക്കെ ഈ വിഷ്വൽ എഫക്ട്സിൻ്റെ വേറെ രീതിയിലാണ് ചെയ്തിരുന്നത്. ഫ്രെയിംസ് ലെയർ ബൈ ലെയർ ആയിട്ട് ചെയ്തിട്ട് ഫോർഗ്രൗണ്ട് ലെയർ, ബാക്ക്ഗ്രൗണ്ട് ലെയർ, ശരിക്കും ലെയർ ബൈ ലെയർ ആയിട്ടുള്ളൊരു ടെക്നോളജി തന്നെയാണ് ഇതും. പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് പല സാധനങ്ങൾ ചെയ്യാൻ പറ്റാണ്ടിരുന്ന സമയത്താണ് ടെക്നോളജി ഡെവലപ്പായത്, വിഷ്വൽ എഫക്ട്സ് എന്നുള്ളൊരു സാങ്കേതിക വിദ്യ സിനിമയിലേക്ക് വന്നത്. അന്ന് ആ സമയത്താണ് ജുറാസിക് പാർക്കൊക്കെ വന്നത്. ആ സാധനങ്ങൾ ജുറാസിക് പാർക്ക് അങ്ങനത്തെ സിനിമകളൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് ഞാനും അത് കുഞ്ഞിലെ മീൻസ് കണ്ടു കഴിയുമ്പോൾ ഓക്കെ ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെടുത്ത് നമ്മൾ അറിയില്ല ശരിക്കും. അത് ഈ ജുറാസിക് പാർക്കിൽ ശരിക്കും അനിമോട്രോണിക്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അനിമോട്രോണിക്സ് എന്നൊരു ടെക്നോളജി, അതായത് ഇപ്പോൾ ഒരു ക്യാരക്ടർ ആണെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ ഉള്ളിൽ റോബോട്ടിക് സാധനങ്ങളൊക്കെ വെച്ചിട്ട് അത് അനക്കാൻ പറ്റും, നമുക്ക് മാനുവലി അനക്കാൻ പറ്റും. അപ്പോൾ എന്താ വെച്ചാൽ ഇൻറ്ററാക്ഷൻ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇപ്പോൾ ഒരു ജീപ്പിന് ഇടിക്കുന്നതൊക്കെ ആണെങ്കിൽ അത് ഈ അനിമോട്രോണിക്സ് വെച്ചിട്ടാണ് ഇടിപ്പിക്കുക. അതെന്ന് വെച്ചാൽ ഈ വിഷ്വൽ എഫക്ട്സിൽ എപ്പോഴും ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മളെപ്പോഴും റിയലായിട്ട് ഉപയോഗിക്കാൻ തോന്നും. ഇപ്പോൾ ഒരാൾ കത്തി എടുത്തിട്ട് കുത്തുകയാണെങ്കിൽ കത്തിയുടെ പിടി മാത്രമേ ഉണ്ടാവും, കത്തി ഉണ്ടാവില്ല. അപ്പോൾ പിടി നമ്മളാണ് വെക്കുക. അപ്പോൾ കൊത്ത് എന്നുള്ള മൂവിയിലൊക്കെ നമ്മൾ ഒരു കുത്തി കൊല്ലുന്ന സീക്വൻസ് കൊത്ത് നമ്മൾ ഞാൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഈ കത്തിയുടെ പിടി മാത്രം കയ്യിൽ പിടിക്കും, കാരണം ഈ പിടിക്കുന്ന ആ പിടിയുടെ ഒരു ഇൻട്രാക്ഷൻ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിടിവെക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ പ്രീ പ്രൊഡക്ഷനിലെ സ്റ്റേജിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ VFX സൂപ്പർവൈസറാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്, കാരണം കത്തിക്ക് അവിടെ ഇൻട്രാക്ഷൻ വരുന്ന സംഭവമാണ്. അപ്പോൾ അതിനൊരു സാധനം വേണം. അപ്പോൾ അതിനൊക്കെ, അതായത് ഒരു സാധനം അവിടെ ഉണ്ടെങ്കിൽ അതിന് അനുസരിച്ച് വേണം ആക്ടർ ആക്ട് ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സംഭവം കൊണ്ടുവെക്കണം. അങ്ങനെ കൊണ്ടുവെക്കുമ്പോഴാണ് കറക്റ്റായിട്ട് അവർക്ക് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ കത്തിയുടേതിലും അതിനൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കും, സൂപ്പർവൈസർ പറഞ്ഞു. വിഷ്വൽ എഫക്ട്സ് സൂപ്പർവൈസർ ഇത് പറഞ്ഞു കൊടുത്തതിന് മാത്രമല്ല ലൊക്കേഷനിൽ പോയിട്ട് അത് ഷൂട്ട് ചെയ്യുമ്പോൾ ഏത് ക്യാമറ, ഏത് ലെൻസ് എടുക്കുന്നുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട്, ഇപ്പോൾ ചില സമയത്ത് ബാഹുബലി മൂവിയൊക്കെ അതിൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏരിയ മാത്രം, ഒരു കുറച്ച് ഭാഗം വരെ മാത്രമാണ് റിയൽ ആർട്ടിൽ ചെയ്തിട്ട് ബാക്കിയുള്ളത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് VFXലാണ്. കാരണം എന്താ വെച്ചാൽ അത്രയും VFX അത്രയും ഫുള്ള് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബഡ്ജറ്റാവും, ഒടുക്കത്തെ ബഡ്ജറ്റാവും. അപ്പോൾ അത്രയും വലിയൊരു കൊട്ടാരം ഉണ്ടാക്കണം. അപ്പോൾ എന്താ വെച്ചാൽ ഒരു ഏരിയ വരെ നമ്മൾ ഈ ആർട്ടിൽ ചെയ്തിട്ട് ബാക്കിയുള്ളത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് VFX ചെയ്യും. അപ്പോൾ ഇതൊക്കെ കോൾ എടുക്കുന്നത് ഈ ബഡ്ജറ്റിൻ്റെ കേസിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ കോൾ എടുക്കുന്നതാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഴുത്തുകാരന് എന്ത് എഴുതിയാലും ക്രിയേറ്റ് ചെയ്യാൻ അവിടെ VFX സാധ്യത ഉണ്ടെങ്കിൽ ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ അടുത്ത ഘട്ടത്തേക്ക് എത്തിയിട്ടുണ്ട്. അത് ഇപ്പോൾ വരുന്ന ചോദ്യങ്ങളിൽ ഞാൻ പറഞ്ഞു അടുത്ത ഘട്ടത്തിൽ. അടുത്ത ഘട്ടം എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതെ AI എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ വിളയാട്ടമാണ്. എങ്ങനെ ഒരു AI ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട് VFX ഇൻഡസ്ട്രീനെ? അതായത് ഇപ്പോൾ മുഴുവനായിട്ട് ട്രാൻസ്ഫോം ആയി എന്ന് പറയാനില്ല, പക്ഷേ
ഓൾമോസ്റ്റ് കുറേ ഏരിയയിൽ നമ്മൾ തന്നെ കുറേ മൂവീസിൽ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഡിറ്റക്റ്റീവ് വിജിലൻറ്റിലൊക്കെ നമ്മൾ ഡിറ്റക്റ്റീവ് വിജിലൻ നമ്മൾ ചെയ്തിരുന്നു. ഇപ്പോൾ ഡിറ്റക്റ്റീവ് വിജിലൻറ്റിൽ നമ്മൾ ഇപ്പോൾ ക്രൗഡ് മൾട്ടിപ്ലിക്കേഷനൊക്കെ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ക്രൗഡ് മൾട്ടിപ്ലിക്കേഷൻ ശരിക്കും പറഞ്ഞാൽ വൺ ഡേ ഷൂട്ട് ചെയ്യേണ്ട സംഭവമാണ്. കാരണം കുറച്ച് ക്രൗഡിനെ വയ്ക്കും, ബാക്കിയുള്ള ക്രൗഡിനെ നമ്മൾ എക്സ്ട്രാ ലെയർ ആഡ് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ ചെയ്യുക, ഒരു ക്രോമ ഫ്ലോർ എടുത്ത് ഒരു 10, 50, 100 ആൾക്കാരെ വെച്ച് ഷൂട്ട് ചെയ്ത് ക്യാമറ, ലെൻസ്, ഫ്ലോറിൻ്റെ ഇത്, ആ ദിവസത്തെ ഒരു ആൾക്കാരുടെ ഫുൾ ഇത് എല്ലാം നമ്മൾ വെച്ച് ചെയ്തു. എന്നുവെച്ചാൽ ഒരുപാട് പേരുടെ ജോലിയാണ് അത് കഴിഞ്ഞത്. അപ്പോൾ ഇത് VFX ഇൻഡസ്ട്രി വരുമ്പോൾ ഒരുപാട് ആൾക്കാരുടെ ജോലി കട്ട് ഡൗൺ ആവും. ശരിക്കും അവർക്ക് ശരിക്കും ചില ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഇല്ലാണ്ടാവും. ഇപ്പം മാച്ച് മൂവിങ് ഡിപ്പാർട്ട്മെൻറ്റ് പോകാൻ തുടങ്ങുന്നുണ്ട്, റോട്ടോസ്കോപ്പി, അങ്ങനെ കുറേ ഏരിയ ഡിപ്പാർട്ട്മെൻറ്റ്സിനെ തന്നെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ഡിറ്റക്റ്റീവ് ജനറലി ഇത് ഫുള്ള് നമ്മൾ ക്രൗഡ് മൾട്ടിപ്ലിക്കേഷൻ മൊത്തം ചെയ്ത്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്കൊരു 1 വീക്ക് കൊണ്ടുള്ളിൽ ഫുൾ കോമ്പോസിറ്റിങ് ചെയ്ത് ഔട്ട് എടുക്കാൻ പറ്റി. ഈസിയാണ്. മറ്റേത് ഒരു ദിവസം ഷൂട്ട് തന്നെ ഫുൾ പണി കഴിഞ്ഞു എന്നർത്ഥം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെ ഒരു വിചാരമുണ്ട്, ഇപ്പം എഡിറ്റിംഗ് ആണെങ്കിലും VFX ആണെങ്കിലും പെട്ടെന്ന് തീരുന്ന ഒരു സംഭവമായിട്ടാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. പക്ഷെ അതിന് പിന്നിൽ ഒരു കഷ്ടപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നാളെടുത്താണ് ഒരു പ്രൊജക്റ്റ് ഇപ്പോൾ മാക്സിമം നല്ലൊരു ഔട്ടിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. അത് ശരിക്കും ഡിപ്പെൻസ് ആണ്. ഇപ്പോൾ ഓരോ മൂവിക്ക് ചില മൂവി 1 മന്ത് ഉണ്ടാവും, ചില മൂവി 6 മന്ത് എടുക്കും. 1 ഇയർ ഞാനൊരു കന്നഡ മൂവി എടുത്ത് ഏകദേശം 2 ഇയർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു പ്രാവശ്യം ചെയ്ത് ചെയ്യാൻ ഇഷ്ടപ്പെടാണ്ട് അടുത്ത് മാറ്റി ചെയ്യും, അങ്ങനെ മാറ്റി ചെയ്യും. അതായത് ഡയറക്ടറുടെ മനസ്സിലുള്ള സാധനം ചെയ്ത് കിട്ടുന്നത് വരെ അത് ഇതിലും കൂടുതൽ സമയം എടുത്ത വർക്കുകളൊക്കെ ഉണ്ട് പല ആൾക്കാർക്ക് കേട്ടോ. അപ്പോൾ എൻ്റെ ഏറ്റവും കൂടുതലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വർക്കുകൾ ചെയ്ത് വരുമ്പോൾ ഒരുപാട് സമയം എടുക്കും അതിന്. അപ്പോൾ അങ്ങനെ സമയം എടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോട്ട് ചെയ്യുന്നത് ഇപ്പോൾ പണ്ടൊക്കെ ഇപ്പോൾ കുറച്ചും കൂടി സ്പീഡായി ഈ AI വന്നപ്പോൾ. പണ്ടത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രെയിം ചെയ്യണമെങ്കിൽ ഒരു ഫ്രെയിം പെയിൻറ്റ് ചെയ്ത് ഇപ്പോൾ വയർ മൂല കണ്ടിട്ടുണ്ടല്ലോ, കയറ് കെട്ടിട്ട്. ഞാനൊക്കെ ആര് ചോദിക്കും എന്താ VFX എന്ന് ചോദിക്കും. പലർക്കും VFX എന്ന് പറഞ്ഞാൽ അറിയില്ല. VFX ഇപ്പോഴും പലർക്കും അറിയില്ല. അപ്പം VFX ആരും അറിയണില്ലല്ലോ, അറിയാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ VFX എന്താ ചോദിക്കുമ്പോൾ ഞാൻ കയറ് കെട്ടി അത് ആൾക്കാരെ ഇടിക്കും. അപ്പോൾ ആ കയറ് മായ്ച്ച് കളയുന്ന പരിപാടിയാണ് VFX എന്ന് പറയും. അപ്പോൾ എന്താ വെച്ചാൽ കയറ് മായ്ച്ച് കളയുകയെന്ന് പറഞ്ഞാൽ അത് ഒരാൾ ഒരു ദിവസം ഇരുന്ന് ചെയ്താലാണ് ചിലപ്പോൾ ഒരു ഷോട്ടൊക്കെ ചെയ്യാൻ പറ്റില്ല, ഒരു ഷോട്ടും ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഒരു ഫ്രെയിമിൽ നെക്സ്റ്റ് പിക്സൽ എടുത്ത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് പോകണം. ഇപ്പോൾ ടെക്നോളജി ഡെവലപ്പായിട്ട് കുറച്ചും കൂടി സ്പീഡിലായി കാര്യങ്ങളൊക്കെ. പക്ഷെ അതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്, ഓരോ ഡേ ടു ഡേ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ നിമിഷം സംസാരിക്കുന്നതാണ് നെക്സ്റ്റ് ടൈം. അതെ, ഇപ്പം ഞാൻ പോയിട്ട് നോക്കുമ്പോൾ വേറെ എന്തെങ്കിലും. അതെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മറ്റേ അടുത്ത കഥാകാരൻ്റെ ഒരു എഴുത്തുകാരൻ്റെ റോളിൻ്റെ കേസ് പറഞ്ഞല്ലോ. ഈ റോളിൻ്റെ ഇപ്പം എന്താ വെച്ചാൽ അന്ന് ബഡ്ജറ്റാണ് ഇപ്പോൾ പ്രശ്നം. അതായത് പണ്ട് ഇപ്പോൾ VFX ഉണ്ട്, അപ്പോൾ എന്തും ചെയ്യാൻ പറ്റും എന്നുള്ള ഘട്ടത്തേക്ക് എത്തി നമ്മൾ. പക്ഷേ ഇപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഒരു VFX ചെയ്യാന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബഡ്ജറ്റ് ഓറിയൻറ്റഡ്, ഭയങ്കര ബഡ്ജറ്റ് വരും. അപ്പോൾ ബഡ്ജറ്റ് ചുരുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചിലപ്പോൾ VFX വേണ്ടാന്ന് വെക്കേണ്ടി വരും. ഇപ്പോൾ ചില ഷോട്ടൊക്കെ നമ്മളോട് ചോദിക്കും, ഇപ്പോൾ ഒരു സീനിൽ പുലി വരുന്ന സീനുണ്ട്, അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെ വന്ന് ചോദിക്കുമ്പോൾ എന്താ. പക്ഷേ അതൊക്കെ ഭയങ്കര ഹെവി വർക്കാണ് അതൊക്കെ. എന്ന് വെച്ചാൽ ആ പുലിനെ മോഡൽ ചെയ്യണം അതൊക്കെ. അപ്പോൾ അത് നമ്മൾ പറയുമ്പോൾ ബഡ്ജറ്റ് പറയുമ്പോൾ അത്രയും ബഡ്ജറ്റൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കിപ്പോൾ ഒരു VFX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മാത്രമല്ല ചെയ്യണത്. ഒരു സിനിമയുടെ VFX എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 50 or 100 ആൾക്കാർ ചെയ്യുന്നുണ്ടാവും ഈ മലയാള സിനിമ അല്ലെങ്കിൽ ഒരു നോർമൽ സിനിമകളിൽ. പക്ഷേ ഒരു ഇംഗ്ലീഷ് മൂവിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 1000, 2000, 5000 ആൾക്കാർ വരെ ചെയ്യുന്നുണ്ടാവും. അതും ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അതിൻ്റെ ഹെഡുകൾ, അതിൻ്റെ ഏറ്റവും ഹെവി ആയിട്ടുള്ള ആൾക്കാരാണ് ചെയ്യേണ്ടി വരിക. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു പുലീനെ ചെയ്യണമെങ്കിൽ മോഡലിംഗ് നല്ല മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരെ എടുക്കണം. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ബഡ്ജറ്റ് ഭയങ്കരമാണ്. കാരണം എല്ലാ ആൾക്കാർക്കും അവരുടെ ഈ ടാലൻറ്റിനനുസരിച്ച് പേയ്മെൻറ്റും വരും. അപ്പോൾ സീനിയർ ആർട്ടിസ്റ്റുകൾ വേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് റേറ്റ് കൂടും. അപ്പോൾ എന്ന് വെച്ചാൽ അങ്ങനത്തെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പുലി വേണ്ടാക്കാം, നമുക്ക് കഥയിൽ പറയാം, പുലി വന്നു പോയി എന്നുള്ള കഥയിൽ പറയാം എന്ന് വെച്ചിട്ട് കട്ട് ചെയ്യും. പക്ഷെ ഇന്ന് ഇപ്പോൾ AI വന്നപ്പോൾ ഇനി ഇപ്പോൾ മുഴുവനായിട്ടില്ല, പക്ഷെ വരും ഒരു 1 ഇയറിൻ്റെ ഉള്ളിൽ മിക്കവാറും ഈ പുലീനൊക്കെ നമുക്ക് സുഖമായിട്ട് കാണാൻ പറ്റും സിനിമ മലയാളം. ഇപ്പോൾ ഇനി ഉണ്ടാവാൻ പോകണമെന്ന് വെച്ചാൽ ഒരു ഫിലിം മേക്കിങ്ങിൻ്റെ ഇതിൽ ശരിക്കും പറഞ്ഞാൽ പണ്ട് ഇംഗ്ലീഷ് മൂവീസ് ഭയങ്കര മേക്കിംഗ് ആണ്, അതുവരെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അത്ര ബഡ്ജറ്റുള്ള പടങ്ങൾ. ഇനി അങ്ങനത്തെ സംഭവം ഉണ്ടാവില്ല. കാരണം മലയാളികൾക്കും അല്ലെങ്കിൽ മലയാള സിനിമയ്ക്കും തമിഴ് സിനിമയ്ക്കും അല്ലെങ്കിൽ റീജിയണൽ ഏത് ലാംഗ്വേജിനും ഇംഗ്ലീഷ് ഫിലിംസ് മേക്ക് ചെയ്യുന്ന പോലെ തന്നെ മേക്ക് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് AI സപ്പോർട്ടീവായിട്ട് വരും.
കാരണം നമ്മുടെ മലയാളത്തിലെ സിനിമകൾ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു ഇൻഡെപ്ത് ആയിട്ടുള്ള കഥകൾ പറയുന്ന സിനിമകളാണ് മലയാളത്തിലെ സിനിമ. അപ്പോൾ ഇതുകൂടെ ആഡ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഗംഭീര പ്രൊഡക്റ്റ് തന്നെ കിട്ടും. കാരണം എന്ന് വെച്ചാൽ കൊറിയൻ സിനിമകളാണ് ഭയങ്കര കൊറിയൻ ഇതുണ്ടല്ലോ മറ്റേ ആൽബം സോങ്സ് ഒക്കെ ഭയങ്കര ഹിറ്റാണ്. അത് ഭയങ്കര ലോകം മൊത്തം വരും. അതുപോലെ ശരിക്കും മലയാളത്തിനൊക്കെ കയറി വരാൻ പറ്റുന്ന കഥകളുണ്ട് മലയാളത്തിൽ. പക്ഷെ മലയാളത്തിന് മേക്കിംഗ് വൈസ് ഇത്രയും ബഡ്ജറ്റ് ഇറക്കാമില്ലാത്തതുകൊണ്ടാണ് പലരും കഥകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യണത്, കണ്ടന്റിൽ. അപ്പോൾ എന്താ കണ്ടന്റ് നല്ല കണ്ടന്റായി. അപ്പോൾ ഈ നല്ല കണ്ടന്റ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ആ കണ്ടന്റ് വെച്ചിട്ട് ഹെവി മേക്കിംഗ് കൂടെ ആയി കഴിഞ്ഞാൽ മലയാള സിനിമ വേറെ ലെവലിലെത്തും. അത് എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ ഇന്ത്യൻ ഇതിൽ മലയാള സിനിമേനെ ഭയങ്കരമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പല വേറെ നാട്ടിൽ പെടുന്ന വേറെ പ്രൊജക്റ്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ അവിടുത്തെ ആൾക്കാർ നമ്മളെ മലയാള സിനിമയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു അഭിമാനമുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അവർ നമ്മൾ മറ്റേ ഓരോ സിനിമ കണ്ടു, കിഷ്കിന്ത കാണ്ടം കണ്ടു, ഉള്ളൊഴുക്ക് കണ്ടു, ഒക്കെ ഗംഭീര സിനിമകൾ, എന്താ സിനിമ, നിങ്ങൾ എന്താ ചെയ്തു വെച്ചേക്കുന്നതൊക്കെ. അപ്പോൾ നമുക്കൊരു അഭിമാനമാണ്. നമ്മളതിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്കതിലൊരു അഭിമാനമുണ്ട്. കാരണം മലയാള സിനിമേനെ അത്രയും ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഘട്ടം എത്തുമ്പോൾ എന്ന് പറഞ്ഞ് ഒരൊറ്റ ടൈപ്പ് ഓഫ് ഫിലിം മേക്കിംഗ് മാത്രമേ ഉണ്ടാവില്ല. ഇംഗ്ലീഷ് സിനിമ അത് ഇംഗ്ലീഷ് സിനിമ പോലെ ഒന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും ഒരേപോലെ സിനിമ മേക്ക് ചെയ്യാൻ പറ്റും. അത് ഭയങ്കര മാറ്റമാണ് ഉണ്ടാവാൻ പോണത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ എല്ലാ സിനിമകൾ എടുത്തു നോക്കുകയാണെങ്കിലും മലയാളി ടച്ച് അവിടെ ഉണ്ട്. ഇപ്പോൾ ഇന്ദ്രേട്ടൻ ഏതെങ്കിലും ഒരു വർക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ സ്റ്റക്കായിപ്പോയ ഒരു മൊമെൻ്റ് ഉണ്ടോ? കാരണം ഇനി ഇന്ന ചെയ്യുക, ഒരു രക്ഷയില്ല, ഇത് എന്തിന് ചെയ്യും? അത് ശരിക്കും പറഞ്ഞാൽ മിക്കവാറും ഈ ഹെവി വർക്കുകളുള്ള സിനിമകളിലെല്ലാം ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്കാവും. എന്ന് വെച്ചാൽ വിഷ്വൽ എഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയിൽ കാണുന്നതാവില്ല അടുത്ത സിനിമയിൽ കാണാൻ. അപ്പോൾ ഈ സിനിമയിൽ ഓരോ സ്ഥലത്തും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും വിഷ്വൽ എഫക്ട്സ് ആർട്ടിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതുമാതിരി റിസർച്ച് നടത്തണം. കാരണം ഇപ്പോൾ ഒരു സിനിമയിൽ നമുക്ക് പൂച്ചേനെയാണ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചോളൂ, അടുത്ത സിനിമയിൽ ഒരു നായനെയും ചെയ്യേണ്ടി വരിക, അടുത്ത സിനിമയിൽ വേറൊരു മൃഗത്തിന് പുലിനെയും ചെയ്യേണ്ടവ, അല്ലെങ്കിൽ വേറൊരു എക്സ്പ്ലോഷനാവും ചെയ്യേണ്ടത്. പക്ഷേ ഇതിൻ്റെയൊക്കെ സയൻസ്, അതിൻ്റെ ഫിസിക്സ്, ഇതെല്ലാം നമ്മൾ നോക്കണം. ഇപ്പം നമ്മൾ മീശ എന്ന മൂവിയിൽ കാട്ടുപോത്തിൻ്റെ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ്സ് എങ്ങനെ, അതെല്ലാം പഠിക്കണം. അപ്പോൾ അത് പഠിച്ച് അത് വെച്ച് അനിമേഷൻ ചെയ്യണം, അതിൻ്റെ കാര്യങ്ങൾ പഠിക്കണം. അപ്പോൾ ആ ഓരോ ഘട്ടത്തിലും ഓരോ കാര്യം, ഇപ്പോൾ ഈവൻ ഇപ്പോൾ പുറത്തുള്ള സ്പേസിൽ പോകുന്ന സിനിമകളാണെങ്കിൽ സ്പേസിൽ എങ്ങനെയാണ് അതിൻ്റെ മൂവ്മെൻറ്റ്സ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര റിസർച്ച് ഓറിയൻറ്റഡ് ആണ് ഈ VFX എന്ന് പറഞ്ഞാൽ. ടെക്നോളജിയുടെ ഒപ്പം തന്നെ റിസർച്ച് നടത്തി എങ്ങനെയാണ് റിയൽ ലൈഫിൽ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് പഠിച്ച് നല്ല ഒബ്സർവേഷനും വേണം. ഒരു VFX സൂപ്പർവൈസർ അല്ലെങ്കിൽ VFX ആർട്ടിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒബ്സർവേഷൻ ഉണ്ടാവണം. ഓരോ കാര്യങ്ങളും നോക്കുന്നുണ്ട്. ഞാനൊക്കെ പണ്ട് ഈ ടൈറ്റിൽ ആനിമേഷൻ ചെയ്തിരുന്നു, ആഡ് ഫിലിംസ് ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഈ ആഡ് ഫിലിംസ് ചെയ്യുമ്പോഴൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഹോർഡിങ്സ് ഒക്കെ നോക്കാറുണ്ട്, അതിൻ്റെ ഡിസൈൻസൊക്കെ. അപ്പോൾ ഇങ്ങനെ നോക്കും, അതിലിങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് നടത്തും. അപ്പോൾ പല ആൾക്കാരുടെ ആനിമേഷൻസ് നോക്കും, അല്ലെങ്കിൽ റിയൽ ലൈഫിലുള്ള പല മൂവ്മെൻറ്റ്സ് നോക്കും. ഇപ്പോൾ നടത്തം പഠിക്കുന്നത് ഈ ആനിമേഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് നടത്തം പറഞ്ഞാൽ നമുക്കൊരു അതിനൊരു പ്രിൻസിപ്പിൾ ഉണ്ട്, മറ്റേ നടത്തത്തിനൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. ആ പ്രിൻസിപ്പിൾ ഓരോ ആണ് നടക്കുന്നത് വേറെ, പെണ്ണ് നടക്കുന്നത് വേറെ, അതിന് അനുസരിച്ച് നമ്മൾ ആനിമേഷൻസ് ചെയ്യണം. അതും അയാൾക്ക് ഒരു വയ്യാത്തൊരാൾ നടക്കുന്നത് വേറെ, നല്ല എനർജറ്റിക് ആയിട്ടുള്ള നടക്കുന്ന ഒരാൾ വേറെ. അതാണ് ഈ ടോം ആൻഡ് ജെറിയിലൊക്കെ ഉള്ള ആനിമേഷൻസൊക്കെ. ഇതൊക്കെ ഞങ്ങളുടെ ഭാഗം പെട്ടതാണ്. വിഷ്വൽ എഫക്ട്സിൻ്റെ ഇതൊക്കെ വരും നടത്തും. ഇതൊക്കെ ആനിമേഷൻ ആണെങ്കിലും വിഷ്വൽ എഫക്ട്സ് ഈ ആനിമേഷനും പെടും. അതെ ഈ ആനിമേഷനും പല കാര്യങ്ങളും. അത് ഞാൻ ചോദിച്ചപ്പോൾ ഇപ്പോൾ CG അതേപോലെ ആനിമേഷൻ VFX അത് ശരിക്കും നമുക്ക് എല്ലാം എന്താണോ ഒന്നാണോ അതോ അതിൽ ഡിഫറെൻറ്റ്? അതായത് വിഷ്വൽ എഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ CGI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ ജുറാസിക് പാർക്കിൽ ഡൈനോസറിനെ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനത്തെ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന അങ്ങനത്തെ അസറ്റ്സിനെ, അതായത് ഡിജിറ്റൽ അസറ്റ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് CGI. ഈ CGIയിൽ ആ ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഡൈനോസറിനെ ക്രിയേറ്റ് ചെയ്തു. ഈ ഡൈനോസറിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റഡി ആയിട്ട് നിൽക്കുക, അതിന് മൂവ്മെൻറ്റ് കൊടുക്കുന്നതാണ് ആനിമേഷൻ. അതായത് അത് മൂവ്മെൻറ്റ് കൊടുക്കുന്നതാണ് ആനിമേഷൻ. അതെ. അപ്പോൾ CGIയിൽ ഈ അസറ്റ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്തു, ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്തു, പല എക്സ്പ്ലോഷൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കും. അതൊക്കെ CGIയിൽ പെട്ട സംഭവമാണ്. അതെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് അതെല്ലാം ആനിമേറ്റ് ചെയ്യുന്നത് ആനിമേഷൻ എന്നുള്ള ഒരു എന്ത് ഇമേജിനെ മൂവ് ചെയ്യിക്കുന്നതാണ് ആനിമേഷൻ, 2D or 3D. ഈ ആനിമേഷൻ ചെയ്ത സാധനത്തിനെ
ബ്ലെൻഡ് ചെയ്യുന്നത് ലൈവ് ഫുട്ടേജായിട്ട് ബ്ലെൻഡ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഷോട്ട് എടുത്തു. ആ ഷോട്ടിൽ ഒരു എറണാകുളം എടപ്പള്ളിയിൽ ഒരു ഡൈനോസർ വന്ന് ഇറങ്ങി എന്ന് വിചാരിച്ചുള്ള അതെ അതൊക്കെ വന്നിട്ട് അതെ. അപ്പോൾ അവിടെ ഡൈനോസർ വന്നു വെച്ചാൽ അത് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡൈനോസറിനെ നമ്മൾ CGI ഉണ്ടാക്കി എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ആനിമേഷൻ ചെയ്ത് അത് സെപ്പറേറ്റ് ഒരു ഫയലായിട്ടിരിക്കുന്നുണ്ടാവും. ഇത് കൊണ്ടേ മെർജ് ചെയ്യുന്ന പരിപാടിയാണ് വിഷ്വൽ എഫക്ട്സ്. അപ്പോൾ എല്ലാ അതായത് പല കാര്യങ്ങളും വിഷ്വൽ എഫക്ട്സിൽ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഈ വിഷ്വൽ എഫക്ട്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാ സാധനത്തിനെയും കമ്പൈൻ ചെയ്യുന്ന പരിപാടിയാണ് വിഷ്വൽ എഫക്ട്സിൽ വരിക. കൂടുതലും ഇപ്പോൾ ഈ അതിൽ നമ്മൾ ഈ ബ്ലാസ്റ്റിനെ അതിൻ്റെ ഉള്ളിൽ മെർജ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഇത്രയും പ്രോസസ്സ് ഉണ്ട്. ഇത്രയും പ്രോസസ്സ് AI ഒരു ഒറ്റയടിക്ക് ടൈപ്പ് ചെയ്ത് കിട്ടും. ആ ഘട്ടത്തേക്ക് പ്രോംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇപ്പോൾ എന്താ വെച്ചാൽ ഇനിയൊരു ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വിഷ്വൽ എഫക്ട്സ് ആർട്ടിസ്റ്റുകളായ ആൾക്കാർക്കാവും കൂടുതൽ AI കൂടുതൽ കൺട്രോൾ ചെയ്യാൻ പറ്റുക എനിക്ക് തോന്നാറുണ്ട്. എനിക്കറിയില്ല അത് എങ്ങനെ ഉണ്ടാകാൻ പോകണമെന്ന്. കാരണം വെച്ചാൽ ഭാവിയിൽ കാരണം വെച്ചാൽ വിഷ്വൽ എഫക്ട്സ് പഠിച്ച ഒരാൾക്ക് സ്വാഭാവികമായിട്ടും AI കുറച്ചും കൂടി കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം ഒരു ഷോട്ടിൽ കുറച്ച് എഡിറ്റ് ചെയ്യണം, ഒരു കാര്യം കുറച്ച് എഡിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ സ്വാഭാവികമായിട്ടും വിഷ്വൽ എഫക്ട്സ് അറിയുന്ന ആളുകൊണ്ട് കുറച്ച് അതിൻ്റെ മേലെ പണിയെടുക്കാൻ അറിയാം. കാരണം വിഷ്വൽ എഫക്ട്സ് അറിയാം. ഇപ്പോൾ ഈവൻ ഫോട്ടോഷോപ്പിൽ പോയിട്ട് ഒന്ന് മാറ്റാനത്തേനോ എന്തൊക്കെ ചെയ്യാൻ പറ്റും. ആ സമയം ഫുൾ AI മാത്രം അറിയുന്ന ഒരാൾക്കാവുമ്പോൾ എന്താ വെച്ചാൽ വേറൊന്നുമില്ല, അയാൾക്ക് കൺട്രോളില്ല അതിൻ്റെ മേലെ. ഇപ്പോൾ കൺട്രോളുള്ള AI വന്നു വെച്ചെങ്കിലും കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നെങ്കിലോ എന്തെങ്കിലും മാറ്റം ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ വിഷ്വൽ എഫക്ട്സ് അറിയുന്ന ഒരാളുണ്ടെങ്കിൽ നല്ല. അപ്പോൾ ഇത്രയും പ്രോസസ്സ് കട്ട് ഡൗൺ ആയിപ്പോൾ. അപ്പോൾ ഇനി അത് ഭാവിയിൽ എന്താ ഇപ്പോൾ ഒരു പുലീനൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ പുലിയുടെ പുലിമുരുകനിലും എങ്ങനെയാണ്? പുലിമുരുകനിൽ അവർ ഞാൻ കേട്ടതാണ്, ഞാൻ ചെയ്തിട്ടില്ല. അതിൽ കുറേ ഷോട്ടുകൾ റിയൽ പുലീനെ എടുത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് CGI ഇതുപോലെ ആനിമേഷൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് അതിൽ പറഞ്ഞത്, അങ്ങനെ കേട്ടത്. റിയൽ പുലീനെയും എടുത്തിട്ട് കോമ്പോസ്റ്റിങ് ചെയ്യുന്നത് അതായത് റിയലായിട്ട് ഷൂട്ട് ചെയ്ത് ഗ്രീൻ മാറ്റിലൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ നമ്മളുടെ അതേ ലൈറ്റ് അതെന്ന് വെച്ചാൽ ഈ ഇങ്ങനെ മാറ്റി ചെയ്യുമ്പോൾ ശരിക്കും ലൈറ്റിങ് ഭയങ്കരമായിട്ട് നോക്കണം. അതായത് മാറാൻ പാടില്ല, കണ്ടിന്യൂറ്റി. അപ്പോൾ ഇപ്പോൾ എവിടെ ഹൈലൈറ്റ് കിടക്കുന്ന വെച്ചാൽ അവിടെ തന്നെ ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഹൈലൈറ്റ് കിടക്കുന്നത് തന്നെ ഫോർഗ്രൗണ്ടിലത്തെ ഇതിനും വേണം. അപ്പോൾ നമ്മൾ ലൈറ്റൊക്കെ മാച്ച് ചെയ്യുക 3D സോഫ്റ്റ്വെയറിൽ തന്നെ ലൈറ്റ് മാച്ച് ചെയ്യും, ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് തന്നെ ഇതിൽ മാച്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെ 3D സോഫ്റ്റ്വെയറിലെ ലൈറ്റ് തന്നെയാണ് മീൻസ് ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് തന്നെ 3D സോഫ്റ്റ്വെയറിൽ കൊണ്ടുവരുന്നത് ചെയ്യാറ്. അതിപ്പോൾ റിയൽ ഫുട്ടേജ് എടുക്കുകയാണെങ്കിലും സെയിം ലൈറ്റ് തന്നെ 2 ഫുട്ടേജിന് എടുക്കണം, അങ്ങനെയാണ് ചെയ്യാറ്. കോംപ്ലിക്കേറ്റഡ് ആണ്, എനിക്ക് കുറേ മനസ്സിലാവും. അത് ടെക്നിക്കൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഇന്ദ്രദേട്ടനോട് ചോദിക്കുകയാണ് ഞാൻ, ശരിക്കും ഈ ഒരു VFX എന്നുള്ളൊരു മേഖലയിലുണ്ട്. ഇപ്പോൾ 200ഓളം സിനിമകൾ ചെയ്തു, 1000ഓളം ആഡ് ഫിലിംസ് ചെയ്തു. ഇപ്പോൾ VFX എന്നുള്ളൊരു മേഖലയിലോട്ട് വരാം അല്ലെങ്കിൽ അതിനോടൊരു ഇൻട്രസ്റ്റ് തോന്നുന്നത് അത് എങ്ങനെയാ വെച്ചാൽ എനിക്ക് സിനിമകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികൾ ഭയങ്കര സിനിമകൾ കാണാറുണ്ട്. അപ്പോൾ സിനിമ ഭയങ്കര ഇഷ്ടമാണ് പൊതുവെ. അപ്പോൾ സിനിമയിൽ എന്തെങ്കിലും ആവണമെന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ജുറാസിക് പാർക്ക് കണ്ടപ്പോൾ, സിനിമയിൽ എന്തെങ്കിലും ആയിട്ട് കാര്യമില്ല, ജുറാസിക് പാർക്ക് കണ്ടപ്പോൾ അതിൽ ഈ ഡൈനോസർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വിഷ്വൽ എഫക്ട്സ് എന്നുള്ള ഒരു പരിപാടി വെച്ചിട്ടാണ് ചെയ്യുന്നത് കുട്ടിക്കാലത്തെ കണ്ടത്. അപ്പോൾ അന്ന് പോലെ ഈ ഇതിനോട് താല്പര്യം ഉണ്ടായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ചെറുതായിട്ട് ഭയങ്കരമായിട്ട് വരയ്ക്കുന്നില്ലെങ്കിൽ ചെറുതായിട്ട് വരയ്ക്കും. അപ്പോൾ വരയ്ക്കാനുള്ളൊരു ഇഷ്ടം കൊണ്ട് ആനിമേഷൻ ആൻഡ് വിഷ്വൽ എഫക്ട്സ് ഈ ഒരു പരിപാടിയിലേക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടായി. അപ്പോൾ പിന്നെ അങ്ങനെ വന്നതാണ് ആനിമേഷനാണ്. ഞാൻ ശരിക്കും ആനിമേറ്ററായിട്ടാണ് തുടങ്ങിയത്. പിന്നെ ഇങ്ങനെ ആലോചിച്ച് അങ്ങനെ അവസാനം കണ്ടു. പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് പഠിക്കാൻ പോവാണ്, ആനിമേഷൻ പഠിക്കാൻ പോകുന്ന സുഹൃത്തിനെ കണ്ടു. അപ്പോൾ അവൻ ആനിമേഷൻ പഠിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ച് വന്നാൽ പിന്നെ എനിക്കും അത് ആഗ്രഹമുള്ളതാണ്. അപ്പോൾ ഞാൻ പണ്ട് ഈ പെയിൻറ്റിൽ ചിത്രം വരച്ചിരുന്ന പെയിൻറ്റിൽ നമ്മളുടെ കമ്പ്യൂട്ടറിൽ പെയിൻറ്റ് അതെ അതന്നെ ആ പെയിൻറ്റിൽ ഇങ്ങനെ വരയ്ക്കണം. അപ്പോൾ അതുപോലെ വരച്ചപ്പോൾ എന്നോട് പറഞ്ഞു ആനിമേഷൻ പഠിച്ചാൽ നല്ലതാണ് നിങ്ങൾക്ക് അതൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ അന്ന് തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എന്തോ ഡിഗ്രി കഴിഞ്ഞപ്പോൾ എനിക്ക് ഡിഗ്രിയോടല്ല കൂടുതൽ താല്പര്യം, ഇങ്ങനത്തെ കാര്യങ്ങളോട് താല്പര്യം ഉണ്ടായിരുന്നുകൊണ്ട് അങ്ങനെ ഇതിലേക്ക് വന്നതാണ്. ഇപ്പോൾ ഒരു 10-18 വർഷമായി. IVFX എന്നുള്ളൊരു സ്ഥാപനത്തിൻ്റെ ഫൗണ്ടറും കൂടെയാണ്. അപ്പോൾ ശരിക്കും ഈ ഒരു സ്ഥാപനം തുടങ്ങണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അത് തൊട്ട് ഇവിടെ വരെയുള്ള ഒരു ജേർണി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ എന്തായിരിക്കും അത്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു, മെഗാമീഡിയ എന്നുണ്ട്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞാൻ വേറെ കമ്പനിയിൽ ചേരണം എന്നൊക്കെ കുറേ നോക്കി. പക്ഷേ പിന്നെ എനിക്ക് തോന്നി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എനിക്ക് സ്വന്തമായിട്ട് കുറച്ച് വർക്കുകളൊക്കെ ചെയ്യണം. എന്താ വെച്ചാൽ നമുക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടാവുമല്ലോ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ.
അപ്പോൾ നമുക്കിഷ്ടമുള്ള വർക്കുകൾ ചെയ്യാൻ കുറേ അങ്ങനെ നമ്മുടെ ഒരു മീൻസ് ഐഡിയ ക്രിയേറ്റിവിറ്റി ക്രിയേറ്റ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും, നമുക്ക് ഇഷ്ടമുള്ള വർക്കുകൾ ചെയ്യാം, അങ്ങനത്തെ ഒരു ലെവലിലേക്ക് എത്തും. അപ്പോൾ ഞാൻ ഫ്രീലാൻസ് വർക്കുകൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഫ്രീലാൻസ് വർക്കുകൾ ചെയ്തപ്പോൾ എനിക്ക് ആലോചിച്ചു ഒരു പ്രോപ്പറായിട്ടൊരു സ്ട്രക്ചർ വേണം. അപ്പോൾ നമ്മൾ ഈ ഫ്രീലാൻസ് ചെയ്യുമ്പോൾ വീട്ടിലൊക്കെ ഇരുന്ന് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് വരുന്ന ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രോപ്പറായിട്ടൊരു റൂം സ്പേസ് വേണം. അങ്ങനെ ഒരു പ്ലേസ് എടുത്തു, ചെറിയൊരു പ്ലേസ് എടുത്തു, അത്രേ ഉണ്ടായുള്ളൂ. പിന്നെ പ്ലേസ് എടുത്തപ്പോൾ ഒരാളും കൂടി വേണം, വർക്ക് കുറച്ചും കൂടി ആകുമ്പോൾ ഒരാൾ സപ്പോർട്ട് ഒരാളും കൂടി വേണം. അപ്പോൾ ഒരാളായി അങ്ങനെ അങ്ങോട്ട് വന്ന് നോർമലായിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് ആവശ്യങ്ങൾക്ക് കാരണങ്ങൾ കണ്ടെത്തി ആ ആവശ്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി ഇങ്ങോട്ട് പോകുന്നതാണ്. അങ്ങനെ ഞാൻ ഈ എറണാകുളത്തോട്ട് വന്ന സമയത്ത് ആ സ്ഥാപനം കണ്ടുകൊണ്ടാണ് ഞാൻ മീൻസ് എൻ്റെ ഹോസ്റ്റൽ അവിടെ ആയിരുന്നു. അപ്പോൾ ഞാൻ ആ വഴിക്കൂടെ എല്ലാം പോകുമ്പോൾ ഈ IVFX പിന്നെ അതിലെ ലോഗോ എന്നെ ഭയങ്കരമായിട്ടും ഹുക്ക് ചെയ്തൊരു ലോഗോയാണ്. അത് ശരിക്കും ഒരു എന്താ അത് ശരിക്കും എന്താണ് അതിൽ ലോഗോ? ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടാണ് ഡിസൈൻ ചെയ്തത്. അപ്പോൾ അത് ശരിക്കും പഞ്ചഭൂതം എന്നൊക്കെ ഞാൻ ശരിക്കും വേറെ പേരിട്ടാൻ വിചാരിച്ചിരുന്നത്, പരം എന്നൊക്കെയാണ് പേരിട്ടാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അതൊന്നും ഒക്കെ വേറെ കമ്പനികളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഇതിലേക്ക് വന്നതാണ്, ഈ IVFSലേക്ക് വന്നതാണ് അത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ പഞ്ചഭൂതം എന്നുള്ള കോൺസെപ്റ്റാണ് അതിൻ്റെ ഉള്ളിൽ വെച്ചേക്കുന്നത്. ഒരു ഭൂമി, ആകാശം, അങ്ങനെ വെച്ചിട്ട് അതൊക്കെ നമ്മൾ അന്നൊരു ഉള്ള ബുദ്ധിയിൽ ചെയ്യണം, അത്രേ ഉള്ളൂ. വലിയ കാര്യമായിട്ട് അത് ഭയങ്കര ഒരു കാരണം VFX-ഉമായിട്ട് ഭയങ്കരമായിട്ട് കണക്ട്. അതെ, അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. കാരണം അതിൽ കാറ്റുണ്ട്, തീയുണ്ട്, വെള്ളം, അതെല്ലാം ഇതൊക്കെ കൂടിയതാണ് VFX-ലേക്ക് ഭയങ്കര ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഫുൾ പരിപാടികൾ. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് അങ്ങനെ വെച്ചത്. ഇപ്പോഴാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ചെയ്തൊന്നുമില്ല, വേറെ എന്തെങ്കിലും ചെറിയ ലോഗോ എന്തെങ്കിലും ചെയ്യും. ഇപ്പോൾ സൂഫ്രം സോയിൽ രാജ്ബി ഷെട്ടി ഒരു ഉഗ്രൻ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടർബോ മുതലാണ് രാജ്ബി ഷെട്ടിയായിട്ട് അല്ല, ഞാൻ അതിനു മുമ്പ് ടോബി മുതലാണ് രാജസാറായിട്ട് കണക്ഷൻ ആയത്. അപ്പോൾ ആ സിനിമയിൽ രാജസാറാണ് നായകനുണ്ടായിരുന്നത്. അങ്ങനെയാണ് കണക്റ്റഡ് ആയിട്ട് പിന്നെ മൊത്തം അവരുടെയായിട്ടൊരു റാപ്പോ കറക്റ്റായി. അപ്പോൾ അങ്ങനെ വന്നതാണ്. പിന്നെ ടർബോയിൽ നമ്മൾ വർക്ക് ചെയ്തിരുന്നു, ഞാൻ സൂപ്പർവിഷൻ ചെയ്യാൻ പോകണം. അതിൻ്റെ മെയിൻ സൂപ്പർവൈസർ സന്തോഷ് രാജു എന്ന ആളായിരുന്നു. പിന്നെ ഇങ്ങനെ കുറച്ച് പോർഷൻ നമുക്ക് ഇങ്ങനെ VFX സൂപ്പർവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയതാണ്. പിന്നെ നമ്മൾ കുറച്ചധികം പോർഷൻ നമ്മൾ VFX അതെന്ന് വെച്ചാൽ ടർബോയിലൊക്കെ കുറേ VFX ഉണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താ വെച്ചാൽ VFX കുറേ ഉള്ളതുകൊണ്ട് മിക്കവാറും സിനിമകളും സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യാറ്, കുറേ പല സ്റ്റുഡിയോസിന്. അപ്പോൾ അതിലൊരു പോർഷൻ നമ്മൾ VFX ടർബോയിലാണ്. ഇപ്പോൾ ടർബോയിലൊക്കെ രാജ് സാർ വരുന്ന ഹെലികോപ്റ്ററൊക്കെ നമ്മൾ 3Dയിൽ ചെയ്തതാണ് ക്യാരക്ടർ. അത് ഫസ്റ്റ് അത് ഒരു ഇൻട്രോ വരുന്നത് ആദ്യം അത് ശരിക്ക് റിയലായിട്ട് ഹെലികോപ്റ്റർ വെച്ച് ഷൂട്ട് ചെയ്തു. പക്ഷേ അതിൻ്റെ കളറ് അതാ പറഞ്ഞ ഡയറക്ടറുടെ കോളാണ്. ഡയറക്ടർക്ക് വൈശാഖ് സാറിന് അത് വൈറ്റ് എന്നുള്ള ബ്ലാക്ക് കളറുള്ള ഹെലികോപ്റ്റർ വേണം, ചോപ്പർ വേണമെന്നാണ്. അങ്ങനെ അത് ബ്ലാക്ക് ആക്കാൻ നോക്കി ഞങ്ങൾ, ഇതന്നെ ബ്ലാക്ക് ആക്കാൻ നോക്കി, പക്ഷെ നടക്കുന്നില്ല. പിന്നെ അത് ഫുള്ള് റിമൂവ് ചെയ്തിട്ട് നമ്മൾ 3Dയിലുള്ള ചോപ്പറിന് കൊണ്ടുവച്ചിട്ട് അതിൽ വരുന്നത്, കാരണം ആ ക്യാരക്ടർ വരുന്ന ഒരു ഇമ്പാക്റ്റ് കുറച്ചും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ രാജ് സാറിന് അങ്ങനെയാണ് അതിനും കണക്റ്റായി. പിന്നെ അടുത്ത ഈ മൂവി വന്നപ്പോൾ രാജ് സാറാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ, ലൈറ്റർ ബുദ്ധയാണ് പ്രൊഡക്ഷൻ. അപ്പോൾ അതിൻ്റെ ഇതിൽ രാജ് സാറിനായിട്ട് കണക്റ്റഡ് ആയിട്ട് വന്ന് അങ്ങനെയാണ് ഈ പടത്തേക്ക് വന്നത്. പിന്നെ ഇപ്പം ഇനിയിപ്പോൾ എല്ലാ പ്രോജക്റ്റുകളും ഉണ്ടാവും വിചാരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഒരു ഫിലിം എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ VFX എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ളൊരു ആസ്പയറിങ് ആയിട്ടുള്ളൊരു ആൾ വരുവാണെങ്കിൽ, ഇപ്പോൾ ഞാനൊരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്, അപ്പോൾ ഇന്ദ്രിയത്തേട്ടൻ എങ്ങനെയായിരിക്കും ആ ഒരു പ്രോസസ്സ് അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത്? അതായത് നോർമൽ കേസിൽ നമ്മൾ വിളിക്കുമ്പോൾ ഈ സിനിമ ചെയ്യുമ്പോൾ VFX എന്തിനാണ് VFX എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സിനിമയിൽ VFX നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ റിയലായിട്ട് മേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് എളുപ്പം, അതിന് ഏറ്റവും നല്ലതും. കാരണം ഒന്നാമത് ടൈം ടേക്കിംഗ് ആണ്. ഇപ്പോൾ പോസ്റ്റിൽ VFX ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സമയം അതിന് പോവും, അതിന് ബഡ്ജറ്റ് കയറും. അതേപോലെ അത് തന്നെ അതിന് വേണ്ടി ഷൂട്ട് ചെയ്യണം. അപ്പോൾ അതെന്ന് വെച്ചാൽ ഒരു ഷോട്ട് നമ്മൾ VFX ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്ക്രിപ്റ്റ് വായിക്കും. ആ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഇപ്പോൾ അതിലൊരു ആക്സിഡൻറ്റ് സീക്വൻസോ അല്ലെങ്കിൽ ഒരാൾ കാട്ടിലേക്ക് പോകണു, അവിടെ ആന കുത്താൻ വരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനത്തെ സീക്വൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ അത് റിയലായിട്ട് മേക്ക് ചെയ്യാം എന്നുള്ളത് ആദ്യം പ്ലാൻ ചെയ്യും. അപ്പോൾ ആ വ്യക്തി, ഇപ്പോൾ വരുന്ന വ്യക്തി കഥ പറയും, നമ്മളോട് കഥ പറയും, ഇങ്ങനെ സീക്വൻസ് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റുക എന്നുള്ള ചോദിക്കും, പോസിബിലിറ്റി ചോദിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ഫുൾ റിസർച്ച് നടത്തിയിട്ട് അത് എങ്ങനെ VFX അല്ലാണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും, VFX വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും, ഇനി വിത്ത് ദ ഹെൽപ്പ് VFX എത്രയും സിമ്പിളായിട്ട് ഈ പരിപാടി ചെയ്യാൻ പറ്റും എന്നുള്ളത് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മളൊരു ചർച്ച നടത്തും. അപ്പോൾ ആർട്ടിൻ്റെ ടീം ഉണ്ടാവും, ആർട്ട് ഡയറക്ടറായിട്ട് സംസാരിക്കും. അപ്പോൾ ആർട്ടിന് ഇന്ന സാധനങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ് ഇതിരിക്കുക. അപ്പോൾ ഇവരോട് പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് വേണ്ട ഷോട്ടുകൾക്ക് ഏതാണെന്ന് ബുദ്ധിമുട്ടുള്ള ഷോട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കും. നിങ്ങൾക്ക് ഒരു കഥ എഴുതുന്ന ഒരു കഥ വന്നിട്ടുണ്ട്, ആ കഥയിൽ ഏതൊക്കെ ഏരിയയിലാണ് VFX വേണ്ടത്,
എന്നുള്ളത് ആദ്യം നോക്കാൻ പറയും. മീൻസ് മേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ അതോ ബഡ്ജറ്റിൽ പ്രശ്നമുണ്ടോ എന്നുള്ളത് ആദ്യം നോക്കാൻ പറയും. ആ ഷോട്ടുകൾ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുക. അതിന് ചർച്ച ചെയ്തിട്ട് അതിനൊരു ക്ലാരിറ്റി കൊടുക്കുക എന്നുള്ളതാണ് പരിപാടി. ഇപ്പോൾ അതേപോലെ തന്നെ ഈ ടെക്നീഷ്യന്മാർ ഇപ്പോൾ കളർ ഗ്രേഡിങ് ആണെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന ആൾ അവരുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് പോകുന്നത്? അതായത് നമ്മൾ ആദ്യം മുതൽ തന്നെ കളർ ഗ്രേഡിങ് ലാസ്റ്റ് വരിക എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ഇതിൻ്റെ പ്രോസസ്സിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ലൊക്കേഷനിൽ പോയി ഇന്നമാതിരി ഷൂട്ട് ചെയ്യണമെന്ന് പറയും. അത് കഴിഞ്ഞ് എഡിറ്റിംഗ് ടേബിൾ വന്നു കഴിഞ്ഞാൽ അത് ഒരു നോർമൽ എഡിറ്റ് ചെയ്ത് തരും. അത് ശരിക്കും മാക്സിമം ഫൈനൽ കട്ടാണ് നമ്മൾ എടുക്കാറ്. ഫൈനൽ കട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ കാരണം നമ്മളിത് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയും സമയം എടുക്കണത്. അപ്പോൾ ഒരു സെക്കൻഡ് കൂടുതലാണെങ്കിൽ ആ ഒരു സെക്കൻഡ് ചിലപ്പോൾ 2 ദിവസം കൂടുതൽ വേണ്ടി വരും. അപ്പോൾ കറക്റ്റ് ഫൈനൽ എഡിറ്റ് കിട്ടും. ഇല്ലെങ്കിൽ ഇനി ചില സമയത്ത് കുറച്ച് ടൈം കൂട്ടിയിട്ടിട്ട് തന്നെ തരും. ഈ കൂട്ടിയിട്ട സാധനം നമ്മൾ VFX ചെയ്യുക. അത് എവിടെ നിന്ന് തരികയെന്ന് വെച്ചാൽ ഇവർ എഡിറ്റ് ചെയ്യുന്ന എഡിറ്റർ ലോറസിൽ എഡിറ്റ് ചെയ്യുക. ഇത് DAയിലേക്ക് കൊടുക്കും. DAയിൽ എന്ന് വെച്ചാൽ കളർ ഗ്രേഡിങ് സോഫ്റ്റ്വെയറിലേക്ക് കൊടുക്കും. അവിടുന്ന് ഹൈ റെസ് ആയിട്ട് അതായത് 4K അല്ലെങ്കിൽ 6K ആയിട്ട് നമുക്ക് തരും, VFX ചെയ്യുന്ന ആൾക്ക് തരും. അപ്പോൾ ഈ ഒരു റാപ്പ് കറക്റ്റായിട്ട് വേണം. അതായത് എഡിറ്റർ ഇവിടേക്ക് കൊടുക്കണം, കളർ ഗ്രേഡിങ്ങിൻ്റെ അവിടെ നിന്ന് നമുക്ക് തരും. നമ്മൾ ഇവിടെ നിന്നിട്ട് വർക്ക് ചെയ്തിട്ട് ഇത് അതേപോലെ തന്നെ എഡിറ്റർക്ക് ആദ്യം കൊടുക്കണം. എഡിറ്റർ ചെക്ക് ചെയ്യും. എഡിറ്റർ ചിലപ്പോൾ അവിടെ ഒന്നും കൂടി എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. കാരണം ഇപ്പോൾ നമ്മൾ VFX വന്നപ്പോൾ ഇപ്പോൾ ഒരു ബ്ലാസ്റ്റാണെന്ന് വിചാരിച്ചോളൂ. ബ്ലാസ്റ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടിയും അതിന് എക്സ്റ്റൻഷൻ വേണം എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ എഡിറ്റർ അതായത് അതിന് കുറച്ചും കൂടി ലെങ്ത്ത് കൂട്ടണം എന്നൊക്കെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ലെങ്ത്ത് കൂട്ടിയിട്ട് ചിലപ്പോൾ തരേണ്ടി വരും. അപ്പോൾ വീണ്ടും ചിലപ്പോൾ ബ്ലാസ്റ്റ് ചെയ്യേണ്ടി വരും. ചില സമയത്ത് ഇത്ര ലെങ്ത്ത് വേണ്ട എന്ന് പറയുമ്പോൾ എഡിറ്റർ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അടുത്ത ഷോട്ട് ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ XML DAയിലേക്ക് കൊടുക്കും, കളർ ഗ്രേഡിങ് കൊടുക്കും. അപ്പോൾ കളർ ഗ്രേഡിങ്ങിൽ അവിടുന്ന് ആ കറക്റ്റ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഹൈറസ് കളർ ഗ്രേഡിങ് കൊടുക്കും. ഇവിടെ ലോറസും കൊടുക്കും, അവിടെ ഹൈറസും കൊടുക്കും, അത് 4K ഫയലും കൊടുക്കും. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പം നമ്മൾ എന്നിട്ട് കളർ ഗ്രേഡ് ചെയ്യുന്ന വലിയ സ്ക്രീനിൽ പോയി നോക്കും, തിയേറ്ററിൽ വലിയ സ്ക്രീനിൽ പോയി നോക്കും ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെ. ഇപ്പോൾ ഒരുപാട് അപ്രീസിയേഷൻസും അവാർഡും കിട്ടിയ ഒരു സിനിമയാണ് 2018. അപ്പോൾ അതിലൊരു VFX ചെയ്തിട്ട് അതിൽ കുറച്ച് പോർഷൻ നമ്മളത് ചെയ്തത്. അതിൽ 6 കമ്പനി ഉണ്ടായിരുന്നു VFX. അതിൽ മൈൻസ്റ്റീൻ ആയിരുന്നു മെയിൻ കമ്പനി ഉണ്ടായിരുന്നു. അപ്പോൾ അവരാണ് വർക്ക്, അതിനാണ് അവാർഡ് കിട്ടിയത്, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരുന്നു, ആൻഡ്രൂ ആൻഡ് വിശാഖൻ. അപ്പോൾ അതിൽ നമ്മൾ ഇതേമാതിരി കുറച്ച് VFX കുറച്ചധികം VFX ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കതേമാതിരി അങ്ങനത്തെ സിനിമകൾ ചെയ്യുമ്പോൾ നമുക്കിതിന് അവാർഡ് കിട്ടുമോ അതൊന്നുമില്ല. നമ്മൾ ഓരോ ഷോട്ടും നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കും. പിന്നെന്താ വെച്ചാൽ മെയിൻലി ഉണ്ടാവുക വെച്ചാൽ ടൈം പ്രശ്നം ഉണ്ടായിട്ട് ടെൻഷൻ അടുപ്പിച്ച് അതിലൊരു ടെൻഷനാണ് ശരിക്കും. അതെന്ന് വെച്ചാൽ നമ്മളൊരു സാധനം ചെയ്ത് കഴിഞ്ഞ് നമുക്കെപ്പോഴും VFX ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ തൃപ്തി ഉണ്ടാവില്ല. അപ്പോൾ നമ്മളോട് പറയുമ്പോൾ ടൈം പറഞ്ഞ് അത് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഒന്നും കൂടി ചെയ്യാൻ ചിലപ്പോൾ സമയം ഉണ്ടാവില്ല, അങ്ങനത്തെ അവസ്ഥയാണ്. പക്ഷേ 2018 ഓൾമോസ്റ്റ് കുറച്ച് അത്യാവശ്യം സമയം കിട്ടിയിട്ടുണ്ട്, എന്നാൽ സമയം കിട്ടിയിട്ടുമില്ല എന്ന് പറയാം. ഓൾമോസ്റ്റ് രീതിയിൽ നല്ല രീതിയിൽ ചെയ്തു. പക്ഷേ എന്തായാലും അതിന് അവാർഡ് കിട്ടിയത് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മളൊരു ഭാഗമായിരുന്നു എൻ്റെ എന്നുള്ളതുകൊണ്ട്. വേറെയും കമ്പനികളുണ്ട്, എന്നാലും നമ്മളൊരു ഭാഗം എന്നുള്ളതിൻ്റെ ഭയങ്കര ഭാഗ്യമാണ് അതൊക്കെ. അതേപോലെ ഇന്ദ്രേട്ടന് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയൊരു വർക്ക് കാണുമല്ലോ, അത് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ടും ആ ഒരു VFX മീൻസ് നല്ല രീതിയിൽ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വർക്കും അങ്ങനെ മുഴുവൻ സാറ്റിസ്ഫൈഡ്. അതായത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നോക്കുമ്പോൾ ഒന്നും കൂടി നന്നാക്കായിരുന്നു തോന്നും. എല്ലാ വർക്കും ഉണ്ടല്ലേ ഇത് കുറച്ചും കൂടി നന്നാക്കായിരുന്നു, കുറച്ചും കൂടി ചില ഷോട്ടൊക്കെ ഓക്കെ ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്, ഇത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ചില ഒരു സിനിമയിൽ ടോട്ടലായിട്ട് ഞാൻ പറയാൻ പറ്റില്ല. എനിക്ക് ചില ഷോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് അടിപൊളിയുണ്ട്, ഇത് തന്നെ മാക്സിമം ഇതിൽ കൂടുതൽ എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ ടീമിന് നമുക്ക് പറ്റില്ല എന്നുള്ള തോന്നും. പക്ഷേ ചില ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഫിലിം മൊത്തമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. ഓൾമോസ്റ്റ് എല്ലാത്തിലും എന്തെങ്കിലുമൊക്കെ എനിക്ക് ഒന്നും കൂടി നന്നാക്കായിരുന്നു തോന്നുന്ന ഏരിയകളുണ്ടാവും എപ്പോഴും. ഇനിയിപ്പോൾ മുന്നോട്ടാണെങ്കിലും ഫ്യൂച്ചറിൽ ഈ ഒരു VFXന് എന്താണ് ശരിക്കും മലയാള സിനിമയിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം? മുന്നോട്ട് പറഞ്ഞാൽ മലയാള സിനിമയിൽ ഇപ്പോൾ ഞാൻ പറയുന്നത് സിനിമയിൽ VFXന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മേക്കിങ്ങിന് വേണ്ടിയിട്ട് അതായത് ചില സിനിമകൾ എഴുതുമ്പോൾ തന്നെ ഞാൻ മേക്കിങ്ങിൽ പിടിക്കാമെന്ന് വിചാരിക്കാറുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു അഭിപ്രായം വ്യത്യാസമുണ്ട്. കാരണം മേക്കിങ്ങിലല്ല, ഒരു കഥ എഴുതണു, ആ കഥ എഴുതിയിട്ട് നല്ല രീതിയിൽ വിഷ്വൽ എഫക്ട്സ് വേണ്ടി വരികയാണെങ്കിൽ മാത്രം ചെയ്യാന്നർത്ഥം. അതായത് ആ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കഥ എഴുതണു, നല്ലൊരു കഥ എഴുതണു, ആ കഥയിൽ VFX വേണമെന്നുണ്ടെങ്കിൽ എഴുതാം. അപ്പം മലയാള സിനിമയിലും ഇനി എന്താ വെച്ചാൽ ഇനിയിപ്പോൾ AI കൂടി വന്നുകൊണ്ട് ഭയങ്കര രീതിയിൽ മാറ്റങ്ങൾ വരും, ഭയങ്കര മാറ്റങ്ങൾ വരും. കാരണം ഓരോ ദിവസവും നമ്മളിപ്പോൾ നമ്മുടെ തന്നെ സ്റ്റുഡിയോയിൽ R&D ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട് AIയുടെ. അപ്പോൾ നമ്മൾ R&D ഡിപ്പാർട്ട്മെൻറ്റിൽ ഓരോ ദിവസവും ഓരോ അപ്ഡേഷനായിരുന്നു. അപ്പോൾ ഇന്ന് കണ്ടത് ഞാൻ നിങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞാൽ നാളെ പോയി വേറെ സാധനമാവും. അപ്പോൾ ഗൂഗിൾ വ്യൂവിൻ്റെ തന്നെ പല അപ്ഡേഷൻ, ഇപ്പോൾ റൺവേയുടെ അലൈഫ് എന്ന് പറഞ്ഞ പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്. അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, നമുക്ക് സിമ്പിളായിട്ട് ഓരോ ഏരിയ കൺട്രോൾ ചെയ്യാൻ പറ്റും.
അപ്പോൾ അങ്ങനത്തെ ഘട്ടത്തേക്ക് എത്തുമ്പോൾ എന്താണ് ഒരു അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഏത് രീതിയിലും മലയാള സിനിമയിലേക്കായാലും ഈ ഓൾ ഫിലിമിൽ വിഷ്വൽ എഫക്ട്സ് എല്ലാ കാലഘട്ടത്തിലും സാധ്യത ഉണ്ട്. പക്ഷേ അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടിയുള്ള VFX എന്നുള്ള സെറ്റപ്പിലേക്ക് മാറാൻ പോവാണത്. അന്ന് ഇന്ദ്രേട്ടനാണെങ്കിലും ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു AI ഇൻ ഫിലിം മേക്കിംഗ്. നമ്മൾ ഒരു പ്രാക്ടിക്കൽ ലെവലിൽ അത് എങ്ങനെ അത് നമ്മൾ ചെയ്യാന്നുള്ളത് നമുക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഒരുപാട് ഇപ്പോൾ അതിനെപ്പറ്റി അറിയില്ലാത്ത കുറേയേറെ അതിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കെല്ലാം ഇന്ദ്രേട്ടൻ ആ സംശയങ്ങൾ പറഞ്ഞു കൊടുക്കുകയും പ്രാക്ടിക്കലി അത് കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇനി മുന്നോട്ടുള്ള പ്രൊജക്ട്സ് ഏതൊക്കെയാണ് ഇന്ദ്രേട്ടന്? ഇപ്പോൾ ഒരു ഹിന്ദി പ്രോജക്റ്റ് ഉണ്ട്, പിന്നെ 1-2 വേറെ പ്രോജക്റ്റുകൾ ഡിസ്കഷനായുണ്ട്. എന്ന് വെച്ചാൽ ഈ പ്രോജക്റ്റുകളൊക്കെ നമ്മുടെ കയ്യിലേക്ക് വന്നാലേ നമുക്ക് നമ്മുടേതായെന്ന് പറയാൻ പറ്റില്ല. അതുവരെ ഇങ്ങനെ സംസാരങ്ങൾ നടക്കലാണ്. ഇപ്പോൾ പല പ്രോജക്റ്റുകളും സംസാരങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഹിന്ദി പ്രോജക്റ്റാണ് റീസെൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മേനെ പ്യാർ കിയ എന്നുള്ള മൂവിയാണ് ഇപ്പോൾ ഈ ഓണത്തിന് റിലീസ് ചെയ്യാൻ പോകുന്നത്. അതിപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള പ്രോജക്റ്റുകൾ 1-2 ഓൾമോസ്റ്റ് അടുത്തെത്തി നിൽക്കുന്ന സാധനങ്ങളാണ്. ശരിക്കും നമുക്ക് VFX എന്താ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. സോ വളരെ ക്ലിയർ ആയിട്ട് ഇന്ദ്രേട്ടൻ ഇത് പറഞ്ഞു തന്നു. സോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.